നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ദ്രനോട് ഞാനങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് എന്റെ കൺമുന്നിൽ എന്റെ വീടിന്റെ വാതിൽ അടഞ്ഞു കിടക്കില്ലായിരുന്നു. ഞാൻ ഇന്നിവിടേക്ക് വരേണ്ടിയും വരില്ലായിരുന്നു. പറഞ്ഞു പോയ വാക്കിനെ തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ ആന്റി. ആരും അറിയാതെ ഹോസ്പിറ്റലിൽ കാണാമെന്ന് ഇന്ദ്രന്റെ മുഖത്ത് നോക്കി അനുപമയെ ഉപേക്ഷിക്കണമെന്ന് ആന്റി പറഞ്ഞത് കടന്ന കൈ തന്നെയാ. എല്ലാ വേദനയിലും എനിക്ക് താങ്ങും തണലുമായിരുന്ന ഇന്ദ്രൻ ഒരന്യനെ പോലെ വന്നു നിന്ന് ചെയ്ത തെറ്റിന് എല്ലാവരോടും ക്ഷമ ചോദിച്ച് സ്വസ്ഥമായി ജീവിക്കാൻ തയ്യാറാണെങ്കിൽ ജയിലിൽ നിന്ന് രക്ഷിക്കാമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു നിമിഷം പഴയ സുശീലയായിപ്പോയി. ഇന്ദ്രൻ വീട് വിട്ടു പോയത് കൊണ്ടാ ബാക്കിയുള്ളവർ അവിടെ നിന്ന് മാറിയത്. ഇപ്പോ അവരാരും അവിടെ താമസിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഞാനെന്ത് ചെയ്യും? ആന്റി അവിടെ കയറി താമസിക്കും, അല്ലാതെന്താ? ആന്റി, അത് ആന്റിയുടെ വീടല്ലേ? വീടൊക്കെ എൻ്റെ പേരില്ല. പക്ഷേ ആ വീടും സ്ഥലവും എല്ലാം അവൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. അതെല്ലാവർക്കും അറിയാം. അതിനെന്താ? ഇന്ദ്രൻ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയത് അമ്മ അവിടേക്ക് വരാതിരിക്കാനല്ലല്ലോ. അമ്മ ആ വീട്ടില് സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ടെ എന്ന് കരുതിയിട്ടാ. പിന്നെ ബാക്കിയുള്ളവർ അവിടുന്ന് പോയത് വെറും ഒരു പ്രതിഷേധത്തിന്റെ ഭാഗം മാത്രം ആന്റി. അവരാ വീട് വിട്ട് എവിടം വരെ പോവാനാ? പെട്ടെന്നൊരു സുപ്രഭാതത്തില് വാടക വീടെടുത്ത് മാറാനുള്ള സെറ്റപ്പൊക്കെ അവർക്കുണ്ടോ? ഇപ്പോ സത്യനും പ്രതിഭയും അവളുടെ വീട്ടിലേക്ക് പോകും. സോനയ്ക്കാ പോകാനിടവില്ലാത്തത്. അവള് തിരിച്ചു വരുമായിരിക്കും. ആന്റി, സോന മാത്രമല്ല, എല്ലാവരും തിരിച്ചു വരും. അമ്മയെ ഉപേക്ഷിച്ച് മാറി നിൽക്കാൻ സത്യനെയും പ്രതിഭയും സ്വതന്ത്രങ്ങൾ അനുവദിക്കില്ല. അതെ ആന്റി, സോനയ്ക്കും അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു വരാതിരിക്കാനാവില്ല. അവരെല്ലാവരും ആന്റി തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചവരാ. അപ്പോ എനിക്ക് നാളെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമായിരിക്കും അല്ലേ? എന്താ സംശയം? നാളെ മുതൽ സുശീലാന്റിയുടെ വീട്ടിൽ താമസിച്ചു തുടങ്ങും. അത് മക്കള് തിരിച്ചു വന്നാലും ഇല്ലെങ്കിലും. അത് വേണം ഹർഷേ. എനിക്ക് എൻ്റെ വീട്ടിൽ താമസിക്കണം. എൻ്റെ ഇന്ദ്രനെ എനിക്ക് ആ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കണം. അവനുണ്ടെങ്കിൽ എനിക്ക് ആ വീട്ടിൽ വിലയുണ്ടാവൂ ഹർഷേ. നമ്മുടെ ലക്ഷ്യം തന്നെ ഇന്ദ്രനെ തിരിച്ചു പിടിക്കുകയാണല്ലോ ആന്റി. അതിന് ഏറ്റവും നല്ല ടൈം ഇത് തന്നെ. അനുപമ ഇപ്പൊ പഞ്ചരത്നത്തിലാണല്ലോ. അവളില്ലാതെ അവൻ എൻ്റെ മുമ്പിലേക്ക് വരും തോന്നുന്നില്ല ഹർഷേ. ഇനിയിപ്പോ ഇന്ദ്രൻ അനുപമയും കൂട്ടി വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നാലും ഞാൻ ഇരു കൈ നീട്ടി അവരെ സ്വീകരിക്കും. തൽക്കാലം അവനെ എൻ്റെ കൂടെ നിർത്താൻ അത് മാത്രമേ വഴിയുള്ളൂ ഹർഷേ. എനിക്കറിയാം ആന്റി, ഇന്ദ്രൻ അടുത്തില്ലെങ്കിൽ പിന്നെ ആന്റി ഇല്ലല്ലോ. അവൻ അടുത്തുണ്ടെങ്കിൽ ആന്റിക്ക് കീഴടക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല. ഏതായാലും ആന്റി നാളെ തന്നെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിക്കും. തുടക്കത്തിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. കഷ്ടപ്പാടും പട്ടിണിയും
അവഗണനയൊക്കെ ഉണ്ടാവും. ആന്റി എല്ലാം സഹിച്ച് പിടിച്ചു നിൽക്കണം. അപ്പോഴും അമ്മയുടെ കഷ്ടപ്പാട് ദൂരെ നിന്നൊരാൾ കാണുന്നുണ്ടാവും. ഇന്ദ്രൻ. അമ്മ കുറച്ചൊക്കെ അനുഭവിക്കട്ടെ എന്ന് അവനും വിചാരിക്കും. പക്ഷേ ഒരു ദിവസം ഇന്ദ്രന്റെ മനസ്സ് അമ്മയുടെ കഷ്ടപ്പാട് കണ്ട അലിയണം. അവിടെയാണ് നമ്മുടെ വിജയം. ഞാൻ പറഞ്ഞത് ആന്റിക്ക് മനസ്സിലായല്ലോ? മനസ്സിലായി ഹർഷേ. ഇപ്പോ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. നമുക്കിനി കിടക്കാം. കിടക്കാം. ശ്യാമേ, വണ്ടി ഒന്ന് സെറ്റിൽ ചെയ്തേക്ക്. നീ പോയി ഡോർ ഓർക്ക്. ആരോ ഇവിടെ വന്നിട്ടുണ്ട്. ഗേറ്റ് തുറന്നു കിടക്കായിരുന്നില്ലേ? സത്യേട്ടാ, ദേ അത് നോക്കിയേ. ഇത് ഞാൻ അമ്മയ്ക്ക് ജയിലിൽ കൊണ്ടു കൊടുത്താണല്ലോ. അപ്പൊ അമ്മ ഇവിടെ വന്നിരുന്നു. നമ്മൾ രാത്രി തിരിച്ചു വരില്ലെന്നറിഞ്ഞ് എങ്ങോട്ട് പോയി കാണും. ഈശ്വര, എങ്ങോട്ടായിരിക്കും അമ്മ പോയത്? അമ്മയെ ജാമ്യത്തിൽ ഇറക്കിയവർക്ക് ആ ഉത്തരവാദിത്വം കൂടി ഇല്ലേ സോനെ? അവര് വിളിച്ചോണ്ട് പോയി കാണും. ഇന്നൊരു സെക്കൻഡ് ഷോ സിനിമ കണ്ട് മാറി നിന്നു. നാളെ എന്ത് ചെയ്യാനാ സത്യേട്ടാ പ്ലാൻ? എത്ര ദിവസം നമ്മളിങ്ങനെ മാറി നിൽക്കും? ഇനി നമ്മൾ മാറി നിൽക്കാനൊന്നും പോകുന്നില്ല പ്രതിഭേ.